നമ്മൾ ഈ വീതം വെക്കും, സീരിയസ് ആയിട്ട് ചർച്ച നമ്മൾ ഈ ഭാഗം വെക്കും വീടുകൾ. കിണ്ടി ഗോളാമ്പി എണ്ണാറുണ്ടോ? അതങ്ങ് പോയി, അതിന്റെ വഴിക്ക് പോയി, അത്ര തന്നെ. ഇത് എത്രയേ ഉള്ളൂ, അത് അതിന്റെ വഴി പോയി. ശ്രീ മോൻസ് ജോസഫ് പറയും, എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ ഒളിച്ചോടി എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു വാക്ക് പറയാം. അവിടെ സാധാരണഗതി ഞാൻ പറയണ്ടേ, വളരെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലമാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് എന്നുള്ളത് ആർക്കും അറിയില്ലാത്തത്. അദ്ദേഹം 2 പ്രാവശ്യം ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പറായിരുന്നില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപത്തിൻ്റെ അംശം പോലും പറയാനുള്ള ധൈര്യം പോലും ആർക്കും ഉണ്ടായില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടക്കാൻ 4 ദിവസം മുമ്പെടുത്ത് ഒരു സാധനം, ഒരു കടലാസ് എടുത്ത് പൊക്കി കാണിച്ച് അങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ തകർക്കാൻ നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റുമോ? മാത്രമല്ല, ഇതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കും. ഇപ്പോഴല്ല, അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനത്തിനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഇവിടെ വന്നേനെ. ഞങ്ങൾ അദ്ദേഹത്തെ കൂടി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. അദ്ദേഹം പക്ഷേ സ്ഥാനാർത്ഥി പര്യടനമാണ്. ഈ പൊരിഞ്ഞ വെയിലത്ത് ആളുകൾ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ. അതിട്ടിട്ട് പോരാനുള്ള മാനസികാവസ്ഥ ഇല്ലാതെ വന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു, അദ്ദേഹം സ്ഥാനാർത്ഥി പര്യടനം മുന്നോട്ട് കൊണ്ടുപോകട്ടെ, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ റിട്ടണായ ഒരു വിശദീകരണം പുറകെ വരും. അത് ഇതിൻ്റെ പിന്നാലെ. എങ്ങനെയാ? ഇല്ലില്ല, ഞങ്ങളങ്ങനെ തൂക്കി നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത്. ഞങ്ങൾ അതിന് വലിയ തൂക്കൊന്നുമില്ല. ഞങ്ങളിത് നല്ല രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ സൗഹൃദ ബന്ധമുള്ളതാണ്. ഞങ്ങളുടെ എത്രയോ വർഷമായി കേരള കോൺഗ്രസ് ഞങ്ങളുടെ മുന്നണിയിലായിട്ട് എത്രയോ കാലമായി. മാണി സാറുണ്ടായിരുന്നെങ്കിലും അവസ്ഥ വേറെ ആകുമായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ ഇതിൽ കൂടുതൽ പീഡിപ്പിച്ചത് KM മാണി സാറിൻ്റെതല്ലാതെ മറ്റേതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരള നിയമസഭയിൽ മാണി സാറിൻ്റെ മുഖത്ത് നോക്കി ഈ ഇടതുപക്ഷ സ്നേഹിതന്മാർ വിളിച്ചത് എന്തെല്ലാം പുലഭ്യമാണ് എന്ന് ഞങ്ങൾക്കല്ലേ അറിയാമായിരുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ തോളിലെടുത്താണ് ഞങ്ങൾ കേരള നിയമസഭയിൽ എത്തിച്ചത്. ശ്രീ മോൻസ് ജോസഫിനെ അറിയാം. തോളിലെടുത്ത് ഞങ്ങൾ അതിൻ്റെ മേളിൽ കയറ്റിയതാണ്. ആ ആളുകൾ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് ഞങ്ങളോട് പറയുക ഞങ്ങളിതൊക്കെ രക്ഷിച്ച് കളയുമെന്ന്. അപ്പോൾ അന്ന് അവർ ചെയ്തത് തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ആലോചിച്ചു. KM മാണി സാറിനെ അപമാനിക്കുകയും അവഹേളിക്കുകയും ബജറ്റ് അവതരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ ഗൂഢതന്ത്രങ്ങളും നടത്തുകയും ചെയ്തതിന് ശേഷം ആ കേസ് പോലും വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണിയായിരുന്നു ഇവരെടുത്തത്. അതിന് ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്. ഈ മന്ത്രിസഭയിലെ 4-5 ആളുകൾ പ്രതികളാണ്. അവിടെ സ്പീക്കറുടെ ചേംബറിൽ കയറി കസേര എടുത്ത് താഴോട്ടിട്ട്, താഴെ ഇരുന്ന കസേര എടുത്ത് മേളിലോട്ടിട്ട് എന്ന് വേണ്ട, അതിൻ്റെ മേളിൽ ചില ആളുകൾ പറന്ന് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ശിവൻകുട്ടി, ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റുമല്ലോ, ശിവൻകുട്ടിയുടെ പോക്ക് കണ്ടാൽ സത്യം പറഞ്ഞ സഹോദരിമാർ പോലും കണ്ണുപൊത്തുകയല്ലേ. അതല്ലായിരുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലുള്ള നടപടിയൊന്നും നമുക്കില്ല. ആണ് എല്ലാം കണ്ടതല്ലേ. അതാ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. നമുക്കതൊന്നും പറയണ്ട. തെരഞ്ഞെടുപ്പ് നമുക്ക് വമ്പിച്ച ഭൂരിപക്ഷം ഉണ്ടാക്കണം.